So today we are going to discuss another discrete distribution, that is Poisson distribution. So Poisson distributionും എന്താണ് discrete distributionsൽ included ആവുന്നതാണ്. So നമ്മൾ ബൈനോമിയൽ പറഞ്ഞ പോലെ first we have to understand the situation in which Poisson distribution is considered. ഒരു ഡാറ്റ Poisson ആണെന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ഇവൻറ്റ് നമുക്ക് പറയാൻ പറ്റും. n ടൈംസ്, മാക്സിമം n ടൈംസ് വരെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് സെർട്ടൺ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്പർ ഓഫ് ട്രയൽസ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻ എ ജംഗ്ഷൻ ഓഫ് എ ടൗൺ. ഒരു ടൗണിൽ ജംഗ്ഷനിൽ ഒക്കർ ചെയ്യുന്ന നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ചിലപ്പം 1 ആവാം, 2 ആവാം, 3 ആവാം. അപ്പം ഒരു പെർട്ടിക്കുലർ നമ്പർ നമുക്ക് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റില്ല. അത് ഓരോ ഡേയ്സിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബൈനോമിയലിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് സക്സസ് ഇത്രയാണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ സക്സസിൻ്റെ ഒക്കറൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് ഇത്രയാണ്, അല്ലെങ്കിൽ ഇത്ര ട്രയൽസ് ആണ്, നമ്പർ ഓഫ് ട്രയൽസ് ഇത്രയാണ് എന്നൊക്കെ കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്പർ ഓഫ് വെഹിക്കിൾസ് പാർക്ക്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഷോപ്പിംഗ് മാൾ. അപ്പോൾ അത് നമ്മൾ 1 ഡേ അല്ലെങ്കിൽ ഒരു ഹവറിൽ പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്ര കാർസ് അവിടെ പാർക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഓഫ് എറേഴ്സ് ഇൻ എ പേജ് മെയ്ഡ് ബൈ എ ടൈപ്പിസ്റ്റ്. നമ്പർ ഓഫ് എറേഴ്സും അതുപോലെ ഓരോ പേജിലും ഡിഫറെൻ്റ് ആയിരിക്കും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്പർ ഓഫ് പേഷ്യൻസ് റിക്കവറി ഫ്രം സർട്ടൻ ഡിസീസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഈ പോയ്സോണിലായാലും നമുക്ക് എക്സിൻ്റെ റേഞ്ച് എന്താണ്? 0 to ഇൻഫിനിറ്റി ആണ്. 0യും വരാം. ഇപ്പോൾ ഈ എക്സാം നമ്പർ ഓഫ് എറേഴ്സ് ഒരു എററും ഇല്ലാത്ത പേജും ഉണ്ടാവും അല്ലേ? അപ്പോൾ അവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ 0 to ഇൻഫിനിറ്റി ആണ് എക്സിൻ്റെ റേഞ്ച്. ഓക്കെ, സോ ഇനി നമുക്കതിൻ്റെ ഡെഫിനിഷനിലോട്ട് പോവാം. Discrete random variable x is said to have Poisson distribution if its PMF is given by. Poisson distribution PMF ആണ്, അത് ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, എല്ലാ ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കുമ്പോഴും അതിൻ്റെ PMF അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ PDF എന്ത് ചെയ്യണം? നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അതിൻ്റെ കൂടെ തന്നെ ആ റാൻഡം വേരിയബിൾ എക്സിൻ്റെ റേഞ്ചും പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആകെ ബൈനോമിയലേ പഠിച്ചിട്ടുള്ളൂ. ബൈനോമിയലിലെ എക്സിൻ്റെ റേഞ്ച് എന്തായിരുന്നു? 0 to n. ഓക്കെ, സോ ഇവിടെ എക്സിൻ്റെ റേഞ്ച് 0 to infinity and PMF is e raised to minus lambda raised to x by x factorial, where lambda is the mean of the observations. ഓക്കെ, അപ്പോൾ ഇവിടെ ലാംഡയാണ് നമ്മുടെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ഫോളോസ് പോയ്സോൺ വിത്ത് പാരാമീറ്റർ ലാംഡ. പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ ആ ഇൻസൈഡ് ബ്രാക്കറ്റിൽ എഴുതുന്നത്. സോ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഹാവിങ് ഓൺലി 1 പാരാമീറ്റർ, ദാറ്റ് ഈസ് ലാംഡ. ഓക്കെ, പിന്നെ പറയാനുള്ളത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് യൂസ് ടു റെപ്രസെൻറ്റ് റെയർ ഇവൻറ്റ്സ് ഹാവിങ് വെരി സ്മോൾ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ്. ഈ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? റെയർ ഇവൻറ്റ്സും ആയിരിക്കണം, അതിൻ്റെ ഒക്കറൻസ് എന്തായിരിക്കണം? പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് സ്മോൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾസ് ഒക്കെ നോക്കുമ്പോഴും ആക്സിഡൻറ്റ്സ് ഇൻ എ ജംഗ്ഷൻ, അതുപോലെ നമ്പർ ഓഫ് വെഹിക്കിൾസ് പാർക്ക്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഷോപ്പിംഗ് മാൾ. അപ്പോൾ ചില സമയത്ത് അത് ചില കേസസിൽ അത് റെയർ ഇവൻ്റ് ആവാം. ഓക്കെ, അതുപോലെ നമ്പർ ഓഫ് എറേഴ്സ് ഇൻ എ പേജ്. ഓക്കെ, ഇതെല്ലാം എന്താണ്? റെയർ ഇവൻറ്റ്സ് ആണ്. അതുപോലെ ആ ഒരു പെർട്ടിക്കുലർ ഇവൻ്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് ഈ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടെൻസ് ടു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ദി പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇസ് വെരി സ്മോൾ ആൻഡ് n ഇസ് വെരി ലാർജ്. അപ്പോൾ അതിൻ്റെ പ്രൂഫും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. സോ this is about Poisson distribution. Next നമുക്ക് ഇതിൻ്റെ mean and variance derive ചെയ്യണം, അതുപോലെ MGF. So first we can derive the mean of Poisson distribution. So mean we denote it as expectation of x. Okay, expectation of x എന്ന് definition എന്താണ്? summation x into f of x. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് 0 to infinity. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഫ് ഓഫ് എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ,
നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ബൈനോമിയലൊക്കെ ചെയ്ത അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ലാംഡ റേസ് ടു എക്സിൽ ഒരു ലാംഡ റേസ് ടു വണ്ണിനെയും ലാംഡ റേസ് ടു -1നെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ലാംഡ റേസ് ടു 1 ഇവിടെ എന്താണ് ലാംഡ റേസ് ടു -1, രണ്ടും ക്യാൻസലായ ആക്ച്വലി ലാംഡ റേസ് ടു എക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനെ അങ്ങനെ മാറ്റി എഴുതി. പിന്നെ ഡിനോമിനേറ്ററിലെ എക്സ് ഫാക്ടോറിയലിനെ നമ്മൾ എങ്ങനെ എഴുതി, എക്സ് ഇൻറ്റു എക്സ് -1 ഫാക്ടോറിയൽ. ഇവിടെ ഒരു എക്സ് ഉണ്ട്, അപ്പോൾ അതായിട്ട് ക്യാൻസൽ ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, എക്സ് ഈ എക്സ് ഫാക്ടോറിയലിനെ എക്സ് ഇൻറ്റു എക്സ് -1 ഫാക്ടോറിയൽ എന്നാക്കി എഴുതി. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ സമ്മേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ എക്സ് ഇല്ലാത്ത ടേംസിനെല്ലാം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഔട്ട് സൈഡ് എടുത്തു. ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ വി ടേക്ക് ഔട്ട് സൈഡ്. സമ്മേഷൻ ലാംഡ റേസ് ടു എക്സ് -1 ബൈ എക്സ് -1 ഫാക്ടോറിയൽ. സോ ഇനി ഇതിൽ സമ്മേഷൻ അപ്ലൈ ചെയ്യുമ്പം ഫസ്റ്റ് ലാംഡ റേസ് ടു 0 -1 ആ ടേം പോവും. ഇനി 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ലാംഡ റേസ് ടു 0/0 ഫാക്ടോറിയൽ ദാറ്റ് ഇസ് 1 പ്ലസ് ലാംഡ റേസ് ടു 2 -1 ദാറ്റ് ഇസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും. അപ് ടു ഇൻഫിനിറ്റി വരെ ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എക്സ്പാൻഷൻ ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ എന്താണ്, 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ സമ്മേഷൻ അപ്ലൈ ചെയ്യുമ്പം 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് ഇതേ ഫോമിലാണ് എക്സിൻ്റെ പ്ലേസിൽ ലാംഡ വരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷനാണിത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സ്പാൻഷനെ ഇ റേസ് ടു ലാംഡ എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ട് സൈഡ് ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ ഉണ്ട് ഇൻറ്റു ഇത് ഇ റേസ് ടു ലാംഡ ആണ്. സോ ദാറ്റ് വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ. ഓക്കെ, സോ ദ മീൻ ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ലാംഡ. ഇനി നെക്സ്റ്റ് നമുക്ക് വേരിയൻസ് ഡിറൈവ് ചെയ്യണം. വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്, വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് മീനിൻ്റെ സ്ക്വയർ. മീൻ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് ലാംഡ ആണ്. സോ ലാംഡ സ്ക്വയർ. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഫൈൻഡ് ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഇൻസൈഡ് ബ്രാക്കറ്റ് എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയറിനെ നമ്മൾ മാറ്റി എഴുതുകയാണ്, എക്സ് ഇൻറ്റു എക്സ് -1 പ്ലസ് എക്സ്. അപ്പോൾ ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ തന്നെയാണ്. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എക്സ്. മൈനസ് എക്സും പ്ലസ് എക്സും പോയാലും പിന്നെ അവിടെ എക്സ് സ്ക്വയറേ വരുന്നുള്ളൂ. അപ്പോൾ ഈ എക്സ് സ്ക്വയറിനെ നമ്മൾ വേരിയൻസ് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇനി ഇവിടെ ഒരു ഇടയ്ക്കൊരു അഡീഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുക. സമ്മേഷൻ എക്സ് ഇൻറ്റു എക്സ് -1 ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയാം സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അതിനെ അങ്ങനെ എഴുതാം, പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, എഫ് ഓഫ് എക്സിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇനി ഇതിൽ എക്സ് ഇൻറ്റു എക്സ് -1 ഉണ്ട്. അപ്പോൾ ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ് ഇൻറ്റു എക്സ് -1 ഇൻറ്റു എക്സ് -2 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഈ എക്സ് ഇൻറ്റു എക്സ് -1ഉം ഡിനോമിനേറ്റർ എക്സ് ഇൻറ്റു എക്സ് -1ഉം ക്യാൻസൽ ആവും. അതുപോലെ തന്നെ ലാംഡ റേസ് ടു എക്സിനെ ആ ഒരു ടേമിൽ +2 ലാംഡ റേസ് ടു 2നെയും ലാംഡ റേസ് ടു -2നെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. നേരത്തെ നമ്മൾ മീൻ ഡിറൈവ് ചെയ്യുമ്പോൾ ലാംഡ റേസ് ടു 1 ആൻഡ് ലാംഡ റേസ് ടു -1 ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെ ലാംഡ സ്ക്വയർ ഇൻറ്റു ലാംഡ റേസ് ടു -1. ഓക്കെ, ഇനി അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സമ്മേഷൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ കോൺസ്റ്റൻറ്റിനെയൊക്കെ ഔട്ട് സൈഡ് എടുക്കുന്നു. സോ ലാംഡ സ്ക്വയർ ആൻഡ് ഇ റേസ് ടു മൈനസ് ലാംഡ വി ടേക്ക് ഔട്ട് സൈഡ്. ബാക്കി വരുന്നത് ലാംഡ റേസ് ടു എക്സ് -2 ബൈ എക്സ് -2 ഫാക്ടോറിയൽ, പിന്നെ പ്ലസ് ഇവിടെ ഒരു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യും, ഈ സമ്മേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ റേസ് ടു ലാംഡേൻ്റെ എക്സ്പാൻഷനാണ്. സോ അതിനെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എടുത്ത് എഴുതി. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണെന്നുള്ളതും എഴുതി.
Okay, e raised to minus lambda and e raised to lambda will get cancelled. So expectation of x square നമുക്ക് എന്ത് കിട്ടും? Lambda square plus lambda. So variance of x എന്ന് പറഞ്ഞാൽ expectation of x square lambda square plus lambda എന്ന് മീനിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യണം. ദാറ്റ് ഇസ് മീൻ എന്താണ്? ലാംഡ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ അതിനെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പം ദാറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ. സോ നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും ലാംഡ കിട്ടി. സോ ഇറ്റ് ഇസ് ഓൺലി ഡിസ്ട്രിബ്യൂഷൻ ഹാവിങ് mean and variance is same. Okay, mean is equal to variance is equal to lambda, which is the parameter of Poisson distribution. Next we have to derive the MGF of Poisson distribution. So MGF we denote it as mxt, which is equal to expectation of e raised to tx. So expectation of എന്താണോ വരുന്നത് അതിനെയാണ് നമ്മൾ സമ്മേഷൻ കഴിഞ്ഞിട്ട് എഴുതുക ഇൻറ്റു എഫ് ഓഫ് എക്സ്. സോ എക്സിൻ്റെ റേഞ്ച് 0 to infinity ആണ്. e raised to tx, f of x of Poisson distribution is e raised to minus lambda, lambda raised to x by x factorial. അതിനെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സമ്മേഷൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന e raised to minus lambda we take outside. ഇനി e raised to t x എന്നുണ്ട്. അതിനെ നമുക്ക് എങ്ങനെയും എഴുതാൻ പറ്റും? e raised to t ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പം ഈ ഇ റേസ് ടു ടിയുടെ പവറും എക്സ് ആണ്, ലാംഡയുടെ പവറും എക്സ് ആണ്. സോ അതിനെ നമ്മൾ ഒരുമിച്ച് എഴുതി ഇ റേസ് ടു ടി ലാംഡ, അല്ലെങ്കിൽ ലാംഡ ഇ റേസ് ടു ടി, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പവർ എക്സ് ആണ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇനി അതിന് സമ്മേഷൻ അപ്ലൈ ചെയ്യാം. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ലാംഡ ഇ റേസ് ടു ടി ഹോൾ റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ, ഇത് 1 ആണ്. ഓക്കെ, ഇനി ലാംഡ ഇ റേസ് ടു ടി ഹോൾ റേസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ. നെക്സ്റ്റ് ടേം എന്തായിരിക്കും? ലാംഡ ഇ റേസ് ടു ടി ഹോൾ റേസ് ടു 2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര, അങ്ങനെ പോകും. അതായത് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പോകുന്നുണ്ട്. അതെന്താണ്? ഇ റേസ് ടു എക്സിൻ്റെ ഫോമുലാണ്. എക്സിൻ്റെ പ്ലേസിൽ എന്താണ് ഇവിടെ ഉള്ളത്? ലാംഡ ഇ റേസ് ടു ടി എന്നാണ്. ഓക്കെ, അപ്പം ഇ റേസ് ടു എക്സ് എന്നുള്ള പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കണം? ലാംഡ ഇ റേസ് ടു ടി. ഓക്കെ, ഇനി അതിന് ഒരുമിച്ച് എഴുതി ഇ റേസ് ടു മൈനസ് ലാംഡ പ്ലസ് ലാംഡ ഇ റേസ് ടു ടി. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിലും ലാംഡ ഉണ്ട്. ഇ ടു ദ പവർ ഓഫ് ലാംഡ ഇ റേസ് ടു ടി മൈനസ് 1. സോ ദിസ് ഇസ് ദി MGF of Poisson distribution. Next one is binomial approximation to Poisson. Okay, ഞാൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ടെൻഡ് ചെയ്യുന്നത്? ഓക്കെ, അണ്ടർ 2 കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ ഇസ് വെൻ നമ്പർ ഓഫ് ട്രയൽസ് ഇസ് വെരി ലാർജ്, n ലാർജ് ആവുമ്പോൾ. ഓക്കെ, അതുപോലെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് സ്മോൾ ആവുന്ന കേസിലും. ഓക്കെ, നമ്മൾ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞിരുന്നു എക്സിൻ്റെ റേഞ്ചൊക്കെ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട് അല്ലേ. അതുപോലെ റെയർ ഇവൻറ്റ്സ് വിത്ത് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് സ്മോൾ ആവുന്ന കേസിലുമാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ എപ്പോഴാണ് പോയ്സോൺ ആവുന്നത്? വെൻ n is large and p is small. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഉണ്ട്. So binomial tends to Poisson ആണ്. So first we have to write the PMF of binomial distribution, that is NCX p raised to x q raised to n minus x. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ കോമ്പിനേഷൻ NCXനെ എക്സ്പാൻഡ് ചെയ്യുക. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ് ഫാക്ടോറിയൽ. ഓക്കെ, ഇനി ഇവിടെ p ഉണ്ട്, അതുപോലെ q ഉണ്ട്. ഓക്കെ, സോ NP ആണ് ബൈനോമിയലിൻ്റെ മീൻ, ലാംഡ ആണ് പോയ്സോണിൻ്റെ മീൻ. സോ NP ഈക്വൽ ടു ലാംഡ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിൽ നിന്ന് P എന്ന് പറയുന്നത് എന്ത് കിട്ടും? ലാംഡ ബൈ n. ഓക്കെ, സോ അതാണ് ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത്. P റേസ് ടു എക്സ് എന്നുള്ള Pനെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ലാംഡ ബൈ n ഹോൾ റേസ് ടു എക്സ്. ഓക്കെ, സോ Q എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 1 മൈനസ് P, ദാറ്റ് ഇസ് 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു n മൈനസ് എക്സ്. ഓക്കെ, ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ n മൈനസ് എക്സ് ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ഒരു n ഫാക്ടോറിയലിനെ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 3 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു എക്സെട്രാ ഇൻറ്റു n വരെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു നമ്പറാണ് n മൈനസ് എക്സ്. n മൈനസ് എക്സിൻ്റെ ഈ സൈഡിൽ എന്തായിരിക്കും? n മൈനസ് എക്സ് പ്ലസ് 1ഉം n മൈനസ് എക്സ് മൈനസ് 1ഉം. ഇത് 2 ആണെങ്കിൽ 2ലേക്കൊന്ന് ആഡ് ചെയ്തത് ലെഫ്റ്റ് സൈഡിലും 2 ഒന്ന് മൈനസ് ചെയ്തതാണ് റൈറ്റ് സൈഡിൽ. അതുപോലെ n മൈനസ് എക്സിൻ്റെ ഇപ്പുറത്ത് എന്താണ്? ഒന്ന് ആഡ് ചെയ്തതാണ് ഉണ്ടാവുക. സോ n മൈനസ് എക്സ് പ്ലസ് 1
n minus x minus 1. Okay. So നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? n minus 1 into 2 into 3 into etc into n minus x എന്ന് പറയുന്നത് എന്താണ്? n minus x ഫാക്ടോറിയൽ ആണ്. സോ ഈ n minus x ഫാക്ടോറിയലിനെ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ളത്. ഡിനോമിനേറ്ററിൽ വരുന്ന n minus x ഫാക്ടോറിയലിനെയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു ന്യൂമറേറ്റർ നോക്കുക. ഈ ടേം ക്യാൻസലായി. ബാക്കി വരുന്ന ടേംസ് ഈ n മൈനസ് എക്സ് പ്ലസ് 1 വരെ. അപ്പോൾ എല്ലാത്തിലും നോക്കുക n അങ്ങനെ എല്ലാ ടേംസിലും n കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. അഡീഷനോ സബ്സ്ട്രാക്ഷനോ ആണെങ്കിൽ നമ്മളൊരു n മാത്രം ഔട്ട് സൈഡ് എടുത്താൽ മതി. പക്ഷേ ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് ബിറ്റ്വീൻ വരുന്നത്. സോ n റേസ് ടു ആണ് വരിക. n റേസ് ടു എത്ര വരെ വരും? n റേസ് ടു x ആണ്. ഇവിടെ n 1 2 3 എക്സെട്ര അപ് ടു എക്സ്. ഓക്കെ. അപ്പോൾ n റേസ് ടു എക്സിനെയാണ് നമ്മൾ പുറത്തോട്ട് എടുക്കുന്നത്. സോ n റേസ് ടു എക്സ് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുമ്പം ഇൻസൈഡ് ബ്രാക്കറ്റ് വരിക 1 ഇൻറ്റു 1 മൈനസ് 1 ബൈ n 1 മൈനസ് 2 ബൈ n എക്സെട്ര ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ n. ഓക്കെ. നോക്കുക, n റേസ് ടു എക്സ് ഇൻറ്റു ഫസ്റ്റ് ഒരു n വരുന്നുണ്ട്, അതാണ് ഈ 1 മൈനസ് 1 ബൈ n ഇൻറ്റു 1 മൈനസ് 2 ബൈ n എക്സെട്ര 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ n. ഓക്കെ. നമ്മൾ നേരത്തെ ബ്രാക്കറ്റ് ഇട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് മൈനസ് എക്സ് പ്ലസ് 1 എഴുതിയത്. അതിനൊരു ബ്രാക്കറ്റ് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ മൈനസ് ഓഫ് എക്സ് മൈനസ് 1 എന്ന് വന്നത്. ഓക്കെ. ഇനി നേരത്തെ സ്റ്റെപ്പിൽ 1 മൈനസ് ലാംഡ റേസ് ടു n മൈനസ് എക്സ് ഉണ്ട്. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു n ഇൻറ്റു 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു മൈനസ് എക്സ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടു ആണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ n റേസ് ടു എക്സ് ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഇവിടെയും n റേസ് ടു എക്സ് വരുന്നുണ്ട്. സോ അത് ക്യാൻസൽ ആയി പോവും. ബാക്കി വരുന്നത് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ഈ 1 നമുക്ക് വേണ്ട, 1 ഇൻറ്റു സംതിങ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. സോ ഈ 1 പ്രത്യേകം എഴുതണം എന്നില്ല. 1 മൈനസ് 1 ബൈ n ഇൻറ്റു 1 മൈനസ് 2 ബൈ n ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ n. ഓക്കെ. ഇനി ബാക്കി വരുന്നത് 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു n 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു മൈനസ് എക്സ്. ഓക്കെ. അതായത് q റേസ് ടു n മൈനസ് എക്സ് എന്നുള്ള n മൈനസ് എക്സിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു പി എം എഫ് ബൈനോമിയലിൻ്റെ പി എം എഫിനെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി എന്താണ് നമുക്ക് എത്തിക്കേണ്ടത്? n ലാർജ് ആവുമ്പം ബൈനോമിയൽ ടെൻസ് ടു പോയ്സോൺ എന്നാണ്. ഓക്കെ. n ലാർജ് ആൻഡ് p സ്മോൾ ആകുമ്പോൾ ബൈനോമിയൽ ടെൻസ് ടു പോയ്സോൺ ആണ്. സോ n ലാർജ് ആവുക means we apply n tends to infinity. Limit n tends to infinity. This term എന്താണ് ആവുന്നത് നോക്കാം. സോ ലിമിറ്റ് n tends to infinity ഈ ഇടയ്ക്കൊക്കെ ബ്രാക്കറ്റ്സ് ആയതുകൊണ്ട് സെപ്പറേറ്റ് അപ്ലൈ ചെയ്താൽ മതി. സോ 1 മൈനസ് 1 ബൈ n ഇൻറ്റു 1 മൈനസ് 2 ബൈ n ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ 1 ബൈ n. അതെന്താണ് ആവുന്നത്? 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഒരു ലാർജ് നമ്പർ n ഇൻഫിനിറ്റിയിലോട്ട് പോവാണ്. അതായത് 0.0000 എന്ന് വരും ഇവിടെ. അപ്പോൾ 1 എന്ന് അത്രയും സ്മോൾ ക്വാണ്ടിറ്റി മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഓരോ ടേമും ഡിവൈഡഡ് ബൈ n 2 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ ലാർജ് വെരി ലാർജ് നമ്പർ അപ് ടു ഇൻഫിനിറ്റി വരെ പോവാന്ന് പറഞ്ഞാൽ ഈ ടേം വളരെ സ്മോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് വരും. സോ ഇവിടെയും 1 ആവും. സോ ഓരോ ബ്രാക്കറ്റ്സും 1 ആണ് കിട്ടുക. സോ ഈ ഒരു ടേമിന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എന്നാണ് വരിക. ഓക്കെ. ഇനി ഇത് നോക്കുക, 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു n. സോ ഈ ഒരു ടേമിൽ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ആസ് സംതിങ് റേസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇ റേസ് ടു മൈനസ് ലാംഡ. അതൊരു ഡെഫിനിഷൻ തന്നെയുണ്ട്, നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ലാംഡയാണ്. ഓക്കെ. ഇനി വേറെ വരുന്നത് 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു മൈനസ് എക്സ് ആണ്. ഹോൾ റേസ് ടു മൈനസ് എക്സിനെ നമുക്ക് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു മൈനസ് എക്സ് ആണെന്ന് വരിക അല്ലേ? ഹോൾ റേസ് ടു എക്സ് എന്നാണ് വരിക. അപ്പോൾ ഈ ഒരു ടേമിൽ നമ്മൾ n ഇൻഫിനിറ്റി കൊടുത്താൽ എഗെയിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടുക. ഓക്കെ. സോ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു ടേം എന്താണ് വരുന്നത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു
1 into e raised to minus lambda. Okay, so this is equal to e raised to minus lambda raised to x by x factorial. So this is the PDF അല്ലെങ്കിൽ PMF of Poisson distribution. So binomial distribution tends to Poisson distribution when n is large and p is small.